മരണമാസ സാധനം എന്ന് തന്നെ പറയാം. അമ്മാതിരി കിടു പടമാണ് പുതിയ ബേസിൽ ജോസഫ് അഭിനയിച്ചിട്ടുള്ള മരണമാസ പടം. ഒന്നും പറയാനില്ല. പടം കണ്ടിപ്പോൾ അങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിയാണ്. ആദ്യം തൊട്ട് അവസാനം വരെ ഫുള്ള് കോമഡി. ഇതിനകത്തിൽ എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും ഉണ്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. ആദ്യം തൊട്ട് അവസാനം വരെ പടം നല്ലപോലെ പിടിച്ചിരുത്തും. ഒരു സിംഗിൾ ലാഗ് പോലും എനിക്ക് പേഴ്സണലി അതിനകത്ത് തോന്നിയിട്ടില്ല. കാരണം ഈച്ച് ആൻഡ് എവറി മൂമെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പടം. അതുപോലെ ഇതിലെ ക്യാരക്ടേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാരക്ടേഴ്സ് അഭിനയിച്ചിരിക്കുന്നവരെല്ലാം വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ നാഗച്ചേച്ചിയുടെ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത്. കൊള്ളാം. പുള്ളിക്കാരിയെ കാണിക്കുന്നൊന്നുമില്ല, പക്ഷേ പുള്ളിക്കാരിയുടെ സംസാരമുണ്ട്. വളരെ നന്നായിരുന്നു. എനിക്ക് അതിനകത്തൊരു ബോറിങ്ങായിട്ട് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ബാക്കി എല്ലാവരും അവരവരുടെ ക്യാരക്ടർ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ബേസിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബേസിൽ തകർത്താടി അപ്പോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പുള്ളിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു റോളാണ് അതിനകത്ത്. എനിക്ക് തോന്നുന്നു ബേസിൽ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു ത്രില്ലർ സാധനം, ത്രില്ലർ അല്ലത്. കാരണം ആദ്യം തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ട്രെയിലർ കണ്ടുള്ളവർക്ക് അറിയാം സീരിയൽ കില്ലർ ആരാണ് അതിനകത്തില്ലെന്നുള്ളത് ഏകദേശം നമുക്ക് മനസ്സിലാവും. ഒരു പഴം, ആ പഴം ഉണ്ടാക്കുന്നതാണ് ഈ കഥ മുഴുവൻ. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മൊത്തമൊന്നും ഞാൻ പറയുന്നില്ല, വെറുതെ സ്പോയിലർ ആക്കണ്ട. ഏകദേശം നിങ്ങളെല്ലാവരും പോയി സിനിമ കാണുക. കാരണം നല്ലൊരു ഫിലിമാണ് കേട്ടോ. കോമഡി എന്ന് പറഞ്ഞാൽ നല്ല കോമഡിയാണ്. വളുപ്പായിട്ടുള്ള കോമഡിയൊന്നുമല്ല, നല്ല കോമഡിയാണ് അതിനകത്തുള്ളത്. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി തന്നെ അറിയാൻ പറ്റും. ഇതിങ്ങനെ ആയിരിക്കും, അവസാനം ക്ലൈമാക്സിലേക്ക് വരുമ്പം ഇതിങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ആദ്യമേ മനസ്സിലാവുമെങ്കിലും അതത്രയ്ക്കൊരു ബോറിംഗ് ആയിട്ടല്ല. കാരണം പടം വളരെ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് ഈ ചെറിയ കാര്യങ്ങൾ അതൊക്കെ നമ്മളങ്ങ് വിട്ടുപോകും. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഇത് രണ്ടിൽ ഏതിലാണ് കുറച്ചും കൂടി നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഫസ്റ്റ് ഹാഫാന്ന് പറയും. കാരണം ഫസ്റ്റ് ഹാഫിലാണ് കുറച്ചുകൂടി സെക്കൻഡ് ഹാഫിനെ അപേക്ഷിച്ച് നോക്കുമ്പം കുറച്ചും കൂടെ കോമഡീസ് കൂടുതലുള്ളത് ഫസ്റ്റ് ഹാഫിലാണ്. സെക്കൻഡ് ഹാഫിലുണ്ട്, പക്ഷേ ഫസ്റ്റ് ഹാഫിന് അത്ര ഇല്ല. സെക്കൻഡ് ഹാഫിന് വരുമ്പോൾ കുറച്ച് ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഇമോഷൻസ് വരെ ഹ്യൂമർ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഫിലിമാണ്. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫിലിമാണ് കേട്ടോ. കാരണം എല്ലാവരും കൂടെ പോയിരുന്ന് കാണുമ്പം അതൊരു വേറൊരു ഫീലാണ്. ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്നതിനെക്കാട്ട് നല്ലത് കുറച്ച് ആൾക്കാരുടെ കൂടി ഇരുന്ന് കാണണം, എങ്കിലേ നമുക്കതിൻ്റെ ഒരു ഫീല് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഒരിക്കലും നിങ്ങൾക്ക് പൈസ നഷ്ടമാകത്തില്ല എന്നുള്ളത് 100% ഞാൻ ഉറപ്പിച്ച് പറയാം. നല്ല ഫിലിമാണ്, പോയി കാണുക. ഓക്കെ, ബൈ.